വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കണ്ട വായിൽ വെള്ളം ഊർന്ന ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മാങ്ങാച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണയാണ് ഇതിനു വേണ്ടി ചേർക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ ഒരു കുപ്പി നല്ലെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1.5 കിലോ മാങ്ങയാണ് ഇവിടെ അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ അതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, കാന്താരി മുളക്, വറ്റൽമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ആവശ്യം പോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇവയെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 കിലോ മാങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനും അരപ്പിനും അനുസരിച്ച് നമുക്കിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ മാങ്ങ അരിഞ്ഞ് ഞാനത് ഉപ്പിട്ട് 2 മണിക്കൂറൊന്ന് മാറ്റി വെച്ചിട്ടുള്ളതാണ്. എങ്കിലേ നമ്മുടെ മാങ്ങയ്ക്കകത്ത് ഉപ്പ് പിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഉപ്പിട്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട്. കായപ്പൊടിയും ഉലുവാപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ആവശ്യം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നല്ല ഒന്ന് മൂത്ത് കിട്ടണം. ഇതിൻ്റെയൊക്കെ പച്ചക്കുത്ത് മാറ്റി നമുക്കെടുക്കാം. കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. അത് ഞാൻ കുറച്ച് ഒരു 2-3 ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതൊഴിച്ച് കൊടുത്തിട്ട് അത് നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഒരു 1/2 ഗ്ലാസ്സോളം ചൂടുവെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു 1/2 ഗ്ലാസ് കുറച്ച് ചേർത്തിട്ടുള്ളേ. അത്ര വലിയ ഗ്രേവിയൊന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. ചേർത്ത് കൊടുത്ത് നല്ല നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണേ. ഇനേബിൾ ചെയ്യുന്ന സമയം ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. എങ്കിലേ ഞാൻ തുടർന്നിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് ഞൊടിയിടയിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു മാങ്ങാച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടുക. ഓക്കെ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ. ഓക്കെ ബൈ.